ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2-3 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്നൊന്ന് അച്ചാറിടാമെന്ന് ഓർത്ത് കേട്ടോ. ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുന്നതൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി, ടിഷ്യൂ വെച്ചൊന്ന് തുടച്ച് മാറ്റി, അതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തേ. തൊലിയൊന്നും ചെത്തുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഒരു മാങ്ങയുണ്ടല്ലോ, കഴുകി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാങ്ങ മോന് വേണമെന്ന് പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ 2 മാങ്ങ ഉള്ളത് വെച്ച് അച്ചാറാവട്ടെ എന്ന് വിചാരിച്ച്, വിഷുവൊക്കെ അല്ലേ വരുന്നേ. അപ്പം മാങ്ങ ശരിക്കും മാർക്കറ്റിലൊന്നും ഇറങ്ങാൻ തുടങ്ങിയില്ല. അപ്പം ഞാൻ കിട്ടിയത് മേടിച്ചുകൊണ്ട് വന്നതാണ്. 2 എണ്ണമെങ്കിൽ 2 എണ്ണം നമുക്ക് വിഷുവിൻ്റെ അന്ന് എടുക്കാമല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം പിന്നെ ഒരു പച്ചമുളക് എടുത്ത് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത്. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്ത് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇതിന് ശേഷം ഇനിയിപ്പോൾ ഇതരിഞ്ഞ് മാറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ പൊളിച്ചെടുക്കണം. അപ്പം ഞാൻ ഒരുപാടൊന്നും വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഒരുപാട് എടുത്തില്ല കേട്ടോ. മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ ചുമ്മാ ഓവറായിട്ട് വാരിയിട്ട് ആ മാങ്ങയുടെ ഇത് കളയാറില്ല. ഇടുന്നത് നല്ലതാണ്, നമ്മൾ എന്തുമാത്രം ഇടുന്നോ അത്രയും നല്ലതാണ്. പക്ഷെ ഞാൻ ഒരുപാട് ഇടത്തില്ല. പിന്നെ സാധാരണ ഞാൻ ഒത്തിരി ദിവസമൊക്കെ വെച്ചേക്കാനുള്ള അച്ചാറൊക്കെ ആണെങ്കിൽ തലേ ദിവസം അരിഞ്ഞു ഉപ്പിട്ടൊക്കെ വെച്ചിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷമേ പിന്നെ ഞാൻ അച്ചാറിടത്തുള്ളേ. ഇതിപ്പോൾ 2 മാങ്ങ, ഇതിപ്പോൾ വിഷു ആകുമ്പോഴത്തേക്കും കാലിയാവും. കാരണം ഇവിടെ മാങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ്, പെട്ടെന്ന് തീരും. പിന്നെന്താ പറയുക, അധികം നല്ലതുപോലെ വെന്ത് കുഴച്ച് അങ്ങനൊന്നും എടുക്കുന്നില്ല. എനിക്ക് ഈ മാങ്ങാച്ചാറൊക്കെ കഴിക്കുമ്പോൾ ഒരു കറുമുറായിരിക്കണം, അതാ ഒരു ടേസ്റ്റ്. അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിന് ശേഷം അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ഇളക്കി അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി പൊളിച്ച് 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പം പച്ചമുളകൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കടുക് വറക്കുമ്പോഴേ. സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ മാറി നിൽക്കും കടുകിട്ടിട്ട്. എന്നാലും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ച് വീണ് പരിക്ക് പറ്റാറുണ്ട്. പരിക്കെന്ന് പറയാൻ അവിടെ എവിടെയൊക്കെ കൈയൊക്കെ പൊള്ളാറുണ്ട്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് ഇളക്കി അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് വാടി വന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു മുളക് പൊടി ടിന്നിൻ്റെ ആ അടപ്പിലോട്ട് തന്നെ കുറച്ച് പൊടി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ 2 സൈസ് മുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചത്. കാശ്മീരി ചില്ലി പൗഡറും എടുത്ത് വെച്ചു, സാദാ ചില്ലി പൗഡർ എരിവുള്ളതും എല്ലാം കൂടെ മിക്സാക്കി എടുത്ത് അതങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കേട്ടോ. ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയേ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചാറിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും ഇട്ട് കുഴച്ചെടുക്കാതെ ഞാൻ അപ്പുറത്ത് ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് 2 തിളച്ച് അങ്ങനെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. കാരണം നമുക്ക് അന്നേരം പെട്ടെന്നൊന്നും വിഷുവൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാനുള്ളതാവുകയും ചെയ്യും. നല്ല മിക്സായിട്ടിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് ഒഴിച്ച് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 2 തിള വരുന്നിടം വരെ ഞാനൊന്ന് അടച്ച് വെക്കും. അങ്ങനെ നന്നായിട്ട് ഇളക്കി മാങ്ങയും അരപ്പിനകത്തെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ വിഷുവിനുള്ള മാങ്ങ അച്ചാർ റെഡിയായി. ഇനിയും പണികൾ ഒരുപാട് ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. ഇനി വിഷുവിന് ആകെ ഒരു ദിവസമേ ഉള്ളൂ ബാക്കി. ഇനി ഒരുപാട് പണികൾ ബാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചാറിടുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ അച്ചാർ കണ്ടോ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാവേ. അങ്ങനെ ഞാൻ ഉപ്പ് നോക്കാനായിട്ട് എടുത്തതാണേ. അപ്പം നല്ല പുളിയുള്ള മാങ്ങയെ ഞാൻ ചെത്തിയപ്പോഴേ ഒരു കഷ്ണം വായിൽ വെച്ച് കഴിച്ച് നോക്കി കേട്ടോ. ഭയങ്കര പുളിയാണ്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.